ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ രവീന്ദ്രൻ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരിക്കലും ഓർമ്മിച്ചിട്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചി മറ്റേ പോലീസുകാരൻ, അതായത് പോലീസുകാരോട് ഭയങ്കര ഒരു ഉടക്കിലാണ്. അപ്പം തൻ്റെ അപ്പനെ വിളിക്കുക. തൻ്റെ നിൻ്റെ അപ്പനുണ്ടാക്കിയ റോഡാണോടാ ഇത്, ഈ റോഡിൽ കൊണ്ട് നിനക്ക് ഇഷ്ടത്തിനനുസരിച്ച് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് സച്ചി കയറി കോളറയിലൊക്കെ പിടിക്കുന്നുണ്ട്. ഷർട്ടിൻ്റെ കോളറയിലും ദേഹത്തൊക്കെ പിടിക്കും, ഷട്ടയിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളയൊക്കെ അയക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മറ്റു പോലീസുകാരെല്ലാം പിടിച്ച് മാറ്റി വിടുവാണ്. അപ്പം നിനക്കൊക്കെ എന്തൊരു അഹങ്കാരം ഓടാന്നൊക്കെ ചോദിച്ചിട്ട് പോലീസുകാരൻ പറയുക, നീയേ എന്നിട്ട് സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പോലീസുകാരൻ പറയുമ്പോഴത്തേക്ക്, വേറെ പോലീസുകാർ പറയുമ്പോഴത്തേക്ക് മറ്റേ അരുൺ പോലീസ് വന്നിട്ട് പറയും, നീ അങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നീ ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്നുള്ള രീതി പറഞ്ഞ് നേരെ വന്ന് സച്ചിയുടെ വണ്ടി എടുക്കുകയാണ്. സാറിന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം എൻ്റെ വണ്ടി സാറിന് ഫൈൻ അടയ്ക്കാൻ സാറിനോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കാം, തെറ്റാണ്, ഓവർ പാർക്കിംഗ് ആണ്, ഞാനത് മറന്നുപോയത്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. പക്ഷേ സാറിപ്പോൾ ചെയ്യുന്നത് മോശമാണ്, സാറത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, നീ എന്നെ നിയമം പഠിപ്പിക്കുന്നു, നീ നേരെ വന്നാൽ മതി, സ്റ്റേഷനിൽ വന്നിട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി എന്നുള്ള രീതി പറഞ്ഞ് സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സച്ചിക്കാണ് ദേഷ്യം കൊണ്ട് വയ്യ, അത്ര രീതിയിൽ കരിപോത്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ ദേവ് വിളിക്കുകയാണ്. ദേവ് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് എന്നൊക്കെ ചോദിക്കുക. ഞാൻ സ്റ്റേഷനിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ല ഇത്ര നേരമായിട്ട് വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, അത് അവിടുന്ന് വിളിക്കുമെന്ന് ഓർത്തിട്ടാണ്, കാരണം ഞാൻ ഡ്യൂട്ടിക്ക് കയറുമല്ലോ, ഇപ്പം ഡിസ്റ്റർബ് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് വിളിക്കാണ്ടിരുന്നതെന്ന് പറയാം. ഞാനിവിടെ ഡ്യൂട്ടിക്ക് കയറി, അപ്പം എന്നെ മറന്നിട്ടാണോ എന്ന് നമ്മുടെ ദേവി ചോദിക്കുന്നുണ്ട്. മറന്നിട്ടോ, എൻ്റെ ഹാർട്ടിൽ തന്നെ ഉണ്ട്, എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്, അതങ്ങനെ മറക്കാൻ പറ്റുമോ എന്നുള്ള രീതി പറയാം. എന്താണെന്നും കുഴപ്പമില്ല, വൈകിട്ടത്തേക്ക് ഞാൻ വിളിക്കും, ഇപ്പം ഇച്ചിരി തിരക്കാണെന്ന് പറഞ്ഞ് അരുൺ പോലീസ് ഇത് വെക്കുവാണ്, ഫോൺ വെക്കുവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ സച്ചി ദേഷ്യം പോയിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് എങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഓരോ ജോലിയൊക്കെ ആയിട്ട് രേവതി നിൽക്കട്ടെ. രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ വരുന്നത്, എന്ത് പറ്റാനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, കാര്യം പറയാം സച്ചിയേട്ടാ, ഇപ്പം എന്നെ ദേഷ്യം വരുന്നത്, ഞാനേ ഒരു നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത്, അപ്പം നമ്മുടെ ഒരു പോലീസുകാരൻ, പുതിയതായിട്ട് വന്ന പോലീസുകാരൻ പ്രശ്നം ഉണ്ടാക്കി, പോലീസ് വണ്ടി പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. വണ്ടി പിടിച്ചുകൊണ്ട് പോകാനോ, അതങ്ങനെ ശരിയാവുന്നില്ല. അതെങ്ങനെ ശരിയാണെന്ന് ഞാൻ ചോദിച്ചു, എല്ലാവരും പറയുന്നുണ്ട് അത് എങ്ങനെ ശരിയാകുന്നത്, പക്ഷേ അവന് മാത്രം ഇച്ചിരി സോക്കേട് കൂടുതലാണ്, അവൻ വണ്ടി പിടിച്ചുകൊണ്ട് അവന് ശരിയാക്കും അതെന്ന് പറഞ്ഞാൽ. സച്ചേട്ടൻ ഇപ്പം എന്ത് ചെയ്തിട്ടാന്ന് പറഞ്ഞു. അത് ഞാൻ തന്തയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞാനും തിരിച്ച് പറഞ്ഞു, എൻ്റെ കോളർ കയറി പിടിച്ചു. സച്ചേട്ടൻ അത് കാണിക്കേണ്ടത്, ഞാൻ സച്ചേട്ടൻ വെള്ളമൊക്കെ തന്നു വിട്ടില്ലേ, സച്ചേട്ടൻ വെള്ളം കുടിച്ചോന്ന് ചോദിച്ചു. വെള്ളം വായിക്കൊള്ളണമെന്ന് പറഞ്ഞില്ല, വെള്ളം കൊണ്ടുവന്ന് അത് കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ. സച്ചേട്ടൻ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം വായിക്കൊള്ളുമ്പോൾ നമ്മുടെ ദേഷ്യം അടങ്ങുമ്പോഴത്തേക്ക് പല പ്രശ്നത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകും. സച്ചേട്ടൻ എന്താ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നത് പറയാം. എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഇത് മോശമായിപ്പോയി എന്നുള്ള സച്ചിയോട് പറയാണ്. എന്നിട്ട് പറയണ, സച്ചേട്ടൻ ഇപ്പം എന്നെ മാർഗം എന്ന് പറഞ്ഞാൽ, വണ്ടി ഫൈൻ അടയ്ക്കാൻ ഞാൻ പറഞ്ഞു, പക്ഷേ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ തന്നെ ശരിയാവും നടത്തില്ല. പിന്നെ ആരെങ്കിലും വിളിച്ച് പറയണം, ആരെ കൊണ്ട് വിളിച്ചാൽ പ്രധാനമന്ത്രി കൊണ്ട് വിളിപ്പിച്ച് പറയണം. സച്ചേട്ടൻ എന്താ പറയുന്നത്, നമുക്ക് ഏതൊക്കെയാലും നോക്കാം, നമുക്ക് സച്ചേട്ടൻ ഒരു കാര്യം ചെയ്ത് സ്റ്റേഷനിൽ ചെല്ലും, ഞാൻ എൻ്റെ പൂ വിൽക്കുന്ന വീട്ടിലെ ആ മേഡത്തിൻ്റെ ഭർത്താവാണ്, അവിടുത്തെ എസ് ഐ, ഞാൻ അവരെ ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പം നീ സംസാരിക്കുമെന്ന് ചോദിക്കും. അതാ സംസാരിച്ച് ചേട്ടൻ അങ്ങോട്ട് പൊക്കോ എന്ന് പറയുകയാണ്. അപ്പം രേവതി പോലീസുകാരൻ്റെ വീട്ടിൽ പോവാണ്. പോലീസുകാർ, അതായത് ഇവർ പോയിക്കുന്നതായിട്ടുള്ള വീട്ടിലെ മാഡത്തിനെ കാണുകയാണ്. അവരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മാഡം സാർ എസ് ഐ സാർ ഉണ്ടോ എന്ന് ചോദിക്കുക. എന്തിന് എസ് ഐ സാർ, അല്ലെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ സച്ചിദാനന്ദൻ. അപ്പം ചേട്ടൻ ഒരു ചെറിയ തെറ്റെന്ന് പറഞ്ഞാൽ നോ പാർക്കിങ്ങിൻ്റെ വണ്ടി പാർക്ക് ചെയ്തു, പക്ഷേ എന്നിട്ട് അത് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അത് ഫൈൻ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പുള്ളിക്ക് സമ്മതമല്ലായിരുന്നു. പുള്ളി ഇച്ചിരി ദേഷ്യക്കാരനാണ്. അപ്പോൾ സച്ചേട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളൊക്കെ ഉണ്ടായി, അതൊരു വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. പോലീസുകാരായിട്ടൊക്കെയാണ് ഇത്ര വിഷയം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല സച്ചേട്ടൻ മാന്യമായിട്ട് നിന്നത്, പക്ഷേ പുള്ളിക്കാരൻ എന്തോ ദേഷ്യവും പകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ആണോ, ശരി, ഇപ്പോൾ സാറവിടെ സ്റ്റേഷൻ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഞാൻ വിളിച്ച് പറയാം, ഏതൊക്കെയാലും അങ്ങോട്ട് പൊക്കോളെന്ന് പറയും. എന്നിട്ട് സച്ചിനെ രേവതി ഫോൺ ചെയ്തിട്ട് പറഞ്ഞ്, സച്ചേട്ടൻ നേരെ സ്റ്റേഷനിൽ പൊക്കോ, ഞാനിവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ സച്ചി നേരെ സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് അവിടുന്ന് നമ്മുടെ
സുധി ഇറങ്ങി വരും. സുധി ഇറങ്ങി വരുമ്പോഴത്തേക്ക് സുധിയോട് ചോദിക്കുന്നത് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. അണ്ണാ നീ എന്താ ഇവിടെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ല ഞാനേ എൻ്റെ മറ്റേ വിശ്വനാഥിനെ എൻ്റെ കാശ് കളിപ്പിച്ചുകൊണ്ട് പോയ വിശ്വനാഥ്, ആ വിശ്വനാഥിൻ്റെ കേസുമായിട്ട് സ്റ്റേഷനിൽ വന്നതാണ്. അപ്പോൾ കേസ് പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണോ. അണ്ണാ ആണോ, ശരി. അപ്പം നീ എന്ത് ചെയ്യുന്നത്, നീ വല്ല തല്ലി കേസൊക്കെ അതാടാ തല്ലി കേസ് തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്ക് അല്ലാതെ നീ എന്ത് പിന്നെ കേസുമായിട്ട് ഇവിടെ സ്റ്റേഷൻ വരെ മാന്യമായിട്ട് കേസുണ്ടെന്ന് അതല്ല അതിനകത്ത് തല്ലി കേസ് തന്നെ, നിനക്ക് എന്നെ വിഷയം ഉണ്ടോയെന്ന് ചോദിക്കും. നീയൊക്കെ നന്നാകത്തില്ലടെന്ന് നീ നന്നായിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഓടക്കൊണ്ടായിട്ട് അവരുണ്ട് അങ്ങോട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ സച്ചകത്തോട് ചെന്നിട്ട് ചോദിക്കുകയാണ് സാർ എസ് ഐ സാർ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അരുൺ തന്നെയാണ് പറയുന്നത്, എസ് ഐ സാറിനാണ് നീ വെച്ചേക്കുന്ന ആളാണോ, നീ ചോദിക്കുമ്പോൾ പറയുമ്പോഴും കാണാൻ വേണ്ടി അവിടെ വല്ല ഇരിക്കടാന്ന് പറയാം. അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അപ്പം പോലീസുകാർക്കല്ല ഇവനോട് ചെറിയൊരു വക പോലെ തോന്നണം. കാരണം ഞാൻ പോലീസുകാരൻ്റെ ദേഹത്തല്ല കൈവച്ചേ, മറ്റു പോലീസുകാർക്കല്ല. അപ്പം അത് ഞാൻ എസ് ഐ സാർ വന്ന് ചോദിക്കും എന്നാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സാർ ഞാൻ നോ പാർക്കിംഗ് ഏരിയ വണ്ടി പാർക്ക് ചെയ്തു. അപ്പം ഈ സാർ അപ്പം അല്ല അരുൺ വാർക്കിൽ പറയുക ഇന്ന പോലെ വക്കീലില്ല അരുൺ സാർ പറയുവാണ് ഇന്ന പോലെ സാറ് എൻ്റെ മേലെ കൈവച്ചു, അവന് എന്നെ അടിക്കാനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി പിടിച്ചോണ്ട് വന്ന് പറയുമ്പോഴത്തേക്ക് ആണോ ശരി. അപ്പോൾ സച്ചിയോട് ചോദിക്കും എന്നാ സച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന പോലെ സാറേ ഞാൻ ചെയ്ത് തെറ്റാണ്, അതായത് നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തത്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്തയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം അത് ആരാണെങ്കിലും ക്ഷമിച്ചുകൊണ്ടിരിക്കുക സാറേ. ഇപ്പം നമ്മൾ ജീവിക്കുന്ന തന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ വേണ്ടി തന്നെയാണ്. അപ്പം അതിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കുമോ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അപ്പം അരുൺ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് താൻ എന്താ അവിടെ ഇങ്ങനെ കാണിക്കുന്നത്, കാരണം ഞാൻ പബ്ലിക്കല്ലേ, പബ്ലിക് ന്യൂസൻസ് പോലെ അല്ല താനും കാണിക്കുന്നത്. പബ്ലിക്കിനെ എതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പ്രകോപിതരായിട്ടോ അല്ല അവർ ദേഷ്യപ്പെടാതിരിക്കുമോ, അതൊക്കെ വണ്ടി കൊടുത്തിട്ടുണ്ട് സാറന്ന് വണ്ടി കൊടുത്തുവിടുക, താൻ കാണിച്ചത് ശരിയല്ലല്ലോ, ഫൈൻ അടപ്പിച്ച് വണ്ടി കൊടുത്തു വിടുക എന്നുള്ളത് ഈ പറഞ്ഞിട്ട് ഉടനെ ഫൈൻ അടച്ച് വണ്ടി എടുത്ത് സച്ചി പോവുകയാണ്. സച്ചി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അരുണിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രീതിയിൽ തറപ്പിച്ചത് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അതായത് സച്ചി നേടിയെടുത്തെന്നുള്ളൊരു അഹങ്കാരം ആണോ എന്നറിയത്തില്ല, എന്നാലും സച്ചി കരഞ്ഞ ആ വക്കീലിൻ്റെ അഹങ്കാരം കുറഞ്ഞ് അല്ല വക്കീലല്ല ആ പോലീസുകാരൻ്റെ അഹങ്കാരം കുറഞ്ഞെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ അരുൺ സച്ചി നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്, തറപ്പിച്ച് നോക്കി പോകുന്നൊരു സീനാണ് നമ്മൾ ലാസ്റ്റിട്ട് കാണുന്നത്. കാത്തിട്ട് തന്നെ കാണാം വരുന്ന ദിവസങ്ങളിലുള്ള വിശേഷങ്ങളെല്ലാം. എല്ലാ ദിവസങ്ങളും വിശേഷം രാവിലെയും ഇടുന്നുണ്ട്. നിങ്ങളെല്ലാം നിങ്ങളുടെ വളർത്തിന് സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീട്ടിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.